രശ്മിക്ക് മാത്രം നിലവിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റി അവിടെ? എനിക്ക് ഗാസയിലേക്ക് 50-60 കുടുംബങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2-3 വാട്ടർ ട്രക്കുകൾ ഖാൻ യൂനസ് സിറ്റി, അതായത് ഗാസ സിറ്റിയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. 4-5 കുടുംബങ്ങളെ ഇതിനോടകം സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടി വന്നൊരു കാര്യമാണ് ഗാസയിലേക്കുള്ള വാട്ടർ പ്രോജക്റ്റ്. നമ്മളതിന് റിവർ ടു സീ എന്നാണ് നെയിം ചെയ്തിരിക്കുന്നത്. അതായത് അവർ നമ്മളോട് ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോൾ ഒരു കടൽ തന്നെ, ഒരു പുഴ തന്നെ നമുക്ക് അവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു, നമ്മൾ മലയാളികളെ കൊണ്ട് പൊതുവെ അതിന് സാധിക്കുമല്ലോ. അപ്പോ നോർത്ത് ഗസയിൽ നിന്നും വാഡി ഗസ, അതായത് സൗത്ത് ഗാസയിലേക്ക് പലായനം ചെയ്ത കുടുംബങ്ങളാണ്. ഈ വാഡി ഗാസ എന്ന് പറയുന്നത് ഒരു കോസ്റ്റൽ വെറ്റ്ലാൻഡ് ആണ്. ഈ യുദ്ധാനന്തരമായിട്ട് തന്നെ അവിടേക്കുള്ള സ്ട്രീമുകളെല്ലാം വളരെ സിവിയർലി പൊല്യൂട്ടഡ് ആണ്. വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളമുണ്ട്, പക്ഷെ അത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കാൻ പാകമായിട്ടുള്ള വെള്ളമല്ല അത്. കുറെ ദിവസങ്ങളായിട്ട് അവിടേക്ക് പലായനം ചെയ്ത കുടുംബങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇച്ചിരി കുടിവെള്ളം എത്തിച്ചു തരാൻ കഴിയുമോ എന്നായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിച്ചു. ഏകദേശം 3000 ലിറ്ററിന്റെ ഒരു വാട്ടർ ട്രക്ക് അവിടെ എത്തിക്കാൻ സാധിച്ചു. ഒന്നു മാത്രമാണ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ ഒരു വാട്ടർ പ്രോജക്റ്റ് ഒരുപാട് ആളുകൾ പിന്തുണ നൽകുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എനിക്ക് ശേഷിയുള്ള സമയം വരെ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ് രശ്മി, 2 വർഷമാകാൻ പോവുകയാണ് അവരുടെ ആ ഒരു ദുരിത ജീവിതം, വംശഹത്യ, ക്രൂരത, അതൊക്കെ ഇങ്ങനെ 2 വർഷത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോഴാണോ ഇങ്ങനെ ഒരു സഹായം ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു ഗസയിലേക്ക്, ഗസ ജനതയുടെ കൈകളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിയുന്നത് ഇപ്പോഴാണോ? നേരത്തെ തന്നെ അതിനുള്ള നീക്കങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, തീർച്ചയായിട്ടും. അതായത് ഗസയിലെ യുദ്ധങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് നിരന്തരമായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ലൈവ് അപ്ഡേറ്റുകൾ കിട്ടുന്നുണ്ട്. അന്ന് ഞാൻ ചിന്തിച്ചിരുന്നതെന്ന് വെച്ചാൽ പലസ്തീൻ എന്ന് പറയുന്നത് എത്രയോ ദൂരെയുള്ള ഒരു രാജ്യമാണ്, ഒരുപക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ചിന്തയായിരുന്നു എനിക്കന്നുള്ളത്. പിന്നീട് അവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണല്ലോ, അപ്പോൾ ദൈനംദിനത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. എനിക്ക് നിസ്സഹായത എന്നൊരവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിൽ ഉറക്കം പോലും കിട്ടാതെ നിന്ന രാത്രികളുണ്ട്. ഇങ്ങനെ ഈ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് തോന്നി, ഇല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം എനിക്ക് അവിടെ സുഹൃത്തുക്കളുണ്ട്. യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഞാൻ കോണ്ടാക്റ്റിലുള്ള ചില ഫാമിലികളുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ എനിക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നില്ല എന്നൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ അധികം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നിന്നിരുന്നില്ല. ഒരു സമയം വന്നു, എനിക്ക് തോന്നി, പേഴ്സണലി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. ഞാനൊരു സഹായം നൽകി. ഞാൻ ആ സ്ക്രീൻഷോട്ട് ബ്ലർ ചെയ്തിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ ഇങ്ങനെയാണ് കുറിച്ചിരുന്നത്, അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു, നിങ്ങൾക്കും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ ഒരുപാട് ആളുകള് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി വഴി തുറന്നു കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. രശ്മി, ഞങ്ങൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രശ്മിയുടെ സ്റ്റാറ്റസ് ഞങ്ങൾ കാണുന്നുണ്ട്, ഇങ്ങനെ സ്ക്രീൻഷോട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരു സീരിയസ്നെസ്സോട് കൂടി അതിനെ എടുക്കുന്നില്ല. ഇപ്പൊ ഏതെങ്കിലും യൂറോപ്യൻ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളൊക്കെ നിലവിൽ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്തുണ്ട്, അവരുടെ എന്തെങ്കിലും ഷെയർ ചെയ്യാണ് എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ഗസയിലെ ആളുകൾ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, അവർക്ക് കിട്ടാവുന്ന പേപ്പറുകളിലൊക്കെ, ആ തുണ്ട് പേപ്പറുകളിലൊക്കെ കിട്ടാവുന്ന മഷി ഉപയോഗിച്ച് താങ്ക് യു രശ്മി എന്ന് എഴുതി കണ്ടപ്പോൾ വലിയ അഭിമാനവും സന്തോഷവും തോന്നി.